ഫിലിമിന്റെ തുടക്കത്തിൽ തന്നെ വയലുകളിൽ ഒരു ദമ്പതികളെ നാം കാണും. അവർ തങ്ങളുടെ സുഹൃത്തുക്കളെ പ്രാങ്ക് ചെയ്യാൻ ഇവിടെ എത്തിയതാണ്. കുറച്ച് സമയത്തിനുള്ളിൽ അവരുടെ സുഹൃത്തുക്കൾ ഇവിടെ എത്തുമെന്നത് അവർക്ക് അറിയാമായിരുന്നു. ഭയപ്പെടുത്തുന്ന നിരവധി കഥകൾ ഉണ്ടായിരുന്ന ഒരു സ്കെയർ ക്രോയെ കാണാനായിരുന്നു അവരുടെ പദ്ധതി. ആ കഥകളിൽ പറയുന്നത് ആ സ്കെയർ ക്രോ എല്ലാവരെയും കൊന്നുകളയും എന്നായിരുന്നു. എന്നാൽ അവർ ആ കഥകൾ സത്യമാണെന്ന് വിശ്വസിച്ചിരുന്നില്ല. ഇവർ ഭയപ്പെടുത്തുന്ന മാസ്കുകളും കൊണ്ടുവന്നിരുന്നു. സുഹൃത്തുക്കളെ പേടിപ്പിക്കാൻ ഒരു പ്ലാൻ തയ്യാറാക്കിയിരുന്നു. ആദ്യം അവരുടെ പിന്നിൽ നിന്നിരുന്ന സ്കെയർ ക്രോയെ അവർ കാണും. തുടർന്ന് അടുത്തുണ്ടായിരുന്ന ഒരു ഷെഡിലേക്ക് അവർ കടക്കുന്നു. പ്ലാൻ അനുസരിച്ച് എല്ലാവരെയും പേടിപ്പിക്കാൻ അവർ പഴയ ഒരു ലാഡർ ഉപയോഗിച്ച് ഷെഡിന്റെ മേൽക്കൂരയിൽ കയറാൻ ശ്രമിക്കുന്നു. പക്ഷേ ആ പഴയ ലാഡർ തകർന്നു വീഴുന്നു. ഇരുവരും വളരെ മോശമായി താഴേക്ക് വീഴുന്നു. ലാഡറും തകർന്നു. അതിലെ മരപ്പാളികൾ പെൺകുട്ടിയുടെ കാലിൽ കുത്തിക്കേറും. രക്തം ഒഴുകിത്തുടങ്ങുന്നു. അവൾ പൂർണ്ണമായി പേടിച്ചു പോകുന്നു. അപ്പോഴേക്കും ഒരു വിചിത്രമായ മരക്കഷ്ണം ആ രക്തം വലിച്ചെടുക്കാൻ തുടങ്ങുന്നു. അത് അനങ്ങുന്നതായി അവൾ കാണുന്നു. അത് അവളെ ഭയപ്പെടുത്തുന്നു. അവൾ ഉച്ചത്തിൽ കൂവുന്നു. ആ കൂവലിന് പ്രതികരിക്കാൻ ആൺകുട്ടി ശ്രമിക്കുന്നതിനു മുമ്പേ മരത്തിൽ നിന്നുണ്ടായ ഒരു വിചിത്രമായ ടെൻഡക്കിൾ പുറത്തേക്ക് വന്ന് അവന്റെ തല കുത്തിക്കൊല്ലുന്നു. തുടർന്ന് അത് പെൺകുട്ടിയെയും കൊല്ലുന്നു. അവർ കേട്ടിരുന്ന സ്കെയർ ക്രോയെക്കുറിച്ചുള്ള ഭയപ്പെടുത്തുന്ന കഥകൾ എല്ലാം സത്യമായിരുന്നുവെന്ന് വ്യക്തമാവുന്നു. ഒരിക്കൽ ആരോ അതിനെ ഇവിടെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നതായി തോന്നുന്നു. എന്നാൽ അവർ വീണതിന്റെ ആഘാതത്തിൽ ആ സ്കെയർ ക്രോ ഇപ്പോൾ സ്വതന്ത്രനായി. ഇവിടെ ഓരോ വർഷവും ഒരു സ്കെയർ ക്രോ ഫെസ്റ്റിവൽ നടത്താറുണ്ടെന്ന് പറയുന്നു. മുമ്പ് അത് ഈ വയലുകളിൽ തന്നെയായിരുന്നു നടത്തിയത്. എന്നാൽ ഇപ്പോൾ ഈ വയൽ വിറ്റുപോയതിനാൽ ഈ പ്രാവശ്യം ഫെസ്റ്റിവൽ നഗരത്തിൽ നടത്താനാണ് തീരുമാനം. അതിനാൽ അവർ സ്കെയർ ക്രോയെ ഈ വയലിൽ നിന്ന് തന്നെ കൊണ്ടുപോകാൻ പദ്ധതിയിട്ടിരുന്നു. ഒരു വിദ്യാർത്ഥി പ്രൊഫസറോട് ചോദിക്കുന്നു, ഞാൻ കേട്ടിട്ടുണ്ട് ആ സ്കെയർ ക്രോ ആളുകളുടെ ജീവൻ എടുത്തുകളയും എന്ന്. അതിന് പ്രൊഫസർ മറുപടി പറയുന്നു, അവ എല്ലാം കഥകളാണ്. വരൂ, നമുക്ക് നമ്മുടെ ജോലി ചെയ്യാം. എറൺ തന്റെ ഒരു സുഹൃത്തിനെ ഇവിടെ വിളിച്ചിരുന്നു. ഈ വയലിന്റെ ഉടമകളിൽ ഒരാളായ ക്രിസ്റ്റൻ തന്റെ മറ്റൊരു സുഹൃത്തെയും ഇവിടെ വിളിച്ചിരുന്നു. 500 പേർ ഉൾപ്പെട്ട യൂണിവേഴ്സിറ്റി ഗ്രൂപ്പിനൊപ്പം മറ്റു ചിലരും ഇവിടെ ഉണ്ടായിരുന്നു. അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ അപ്രതീക്ഷിതമായി എറണിന് തന്റെ ഒരു വിദ്യാർത്ഥിയുടെ നിലവിളി കേൾക്കുന്നു. അവൻ ഓടിയെത്തി നോക്കുമ്പോൾ ചില സുഹൃത്തുക്കൾ പ്രാങ്ക് ചെയ്യാൻ അവനെ സ്കെയർ ക്രോയോട് കെട്ടിയിരുത്തിയിരുന്നതായി കാണുന്നു. എന്നാൽ ആ പ്രാങ്ക് ചെയ്തത് ആരെന്ന് കണ്ടെത്താനായില്ല. എറൺ തന്റെ വിദ്യാർത്ഥികളെ കൂട്ടി അവനെ അഴിച്ചുവിടുന്നതിനിടെ അപ്രതീക്ഷിതമായി ആരോ ഒരു വിദ്യാർത്ഥിയെ വലിച്ചിഴക്കുന്നു. അവൾ വേഗത്തിൽ പിന്നോട്ടേക്ക് നീങ്ങുകയായിരുന്നു. അവളെ രക്ഷിക്കാൻ എറൺ ഓടിയപ്പോൾ പിന്നിലെ വിദ്യാർത്ഥികളോട് ഇവിടെ നിന്ന് എവിടെയും പോകരുത് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോകുന്നു. പക്ഷേ വിദ്യാർത്ഥികൾ അത് കേൾക്കാതെ മറ്റൊരു ദിശയിലേക്ക് നീങ്ങുന്നു. അവിടെ ക്രിസ്റ്റൻ എത്തി ആ വിദ്യാർത്ഥിയെ പിടിച്ചു രക്ഷിക്കുന്നു. എന്നാൽ ഉടൻ തന്നെ ക്രിസ്റ്റനെയും ആരോ വലിച്ചിഴക്കാൻ തുടങ്ങുന്നു. എറൺ ക്രിസ്റ്റന്റെ കൈ പിടിച്ച് വലിയ പ്രയാസത്തോടെ അവനെ രക്ഷിക്കുന്നു. അവർ ഓടിക്കൊണ്ട് സ്കെയർ ക്രോയുടെ അടുത്തേക്ക് എത്തുന്നു. അവിടെ ബാക്കിയുള്ളവർ ഉണ്ടായിരുന്നു. അവിടെ കാൽവിൻ നിലത്ത് വീണുകിടക്കുന്നത് അവർ കാണുന്നു. അവനെ എഴുന്നേൽപ്പിച്ച് എല്ലാവരും ചേർന്ന് വയലിൽ നിന്ന് പുറത്തേക്ക് ഓടിപ്പോകുന്നു. വയലിൽ നിന്ന് പുറത്തേക്ക് ഓടിയെത്തിയ ഇവർ ഒരു ഷെഡിനുള്ളിൽ കയറി വാതിൽ അടച്ചു. ഇപ്പോൾ അപകടം മാറിയെന്നു അവർക്ക് തോന്നുന്നു. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. അപ്രതീക്ഷിതമായി ആരോ പുറത്തുനിന്ന് വാതിൽ ശക്തമായി മുട്ടാൻ തുടങ്ങി. അവർ ഉടൻ വാതിലും ജനലുകളും സീൽ ചെയ്യാൻ തീരുമാനിച്ചു. എന്നാൽ അതിനു മുമ്പ് വിൻഡോയുടെ മുകളിൽ ഒരു കൂട്ടുകാരന്റെ വെട്ടിമാറ്റിയ ശരീരം തൂങ്ങിയ നിലയിൽ കാണപ്പെടുന്നു. ആരോ അവനെ കൊന്ന് തല വെട്ടി ശരീരം ഇവിടെ തൂക്കിയിരുന്നതായിരുന്നു. അത് കണ്ടപ്പോൾ എല്ലാവരും ഭയത്തിൽ വിറക്കുന്നു. അവർ ആ ശരീരത്തോട് അടുത്തു ചെന്നപ്പോൾ ആരോ അതിനെ പെട്ടെന്ന് വലിച്ചിഴച്ചു കൊണ്ടുപോയി. എല്ലാവരുടെയും അവസ്ഥ അതീവ ഭീതിജനകമായി മാറി. ഇവർ ജനലുകൾ സീൽ ചെയ്യാനുള്ള ശ്രമം തുടരുന്നു. ക്രിസ്റ്റൻ തന്റെ ഫോണിലൂടെ പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചെങ്കിലും ഇവിടെ സിഗ്നൽ ഒന്നുമില്ലായിരുന്നു. സ്വന്തം രക്ഷയ്ക്കായി അവർ ചുറ്റുമുള്ള വസ്തുക്കൾ അന്വേഷിച്ചു. ഒരു തോക്കും ഒരു ഗുളികയും കൂടാതെ മണ്ണെണ്ണയും അവർക്ക് കിട്ടി. അത് പ്രതിരോധത്തിനായി ഉപയോഗിക്കാമെന്ന് അവർ കരുതി. ഇവിടെ എല്ലാവരും ചിന്തിച്ചത് ഇവരുടെ പിന്നാലെ വരുന്നത് എന്താണെന്നായിരുന്നു. ഒരു പെൺകുട്ടി പറയുന്നു, ഈ സ്ഥലം ഹോണ്ടഡ് ആണ്. സ്കെയർ ക്രോയെക്കുറിച്ചുള്ള കഥകൾ സത്യമായിരിക്കാമല്ലോ. പക്ഷേ മറ്റൊരാൾ അത് നിഷേധിക്കുന്നു. ഇതെല്ലാം ഒരു കാട്ടുമൃഗത്തിന്റെ പ്രവൃത്തിയായിരിക്കാം എന്നും അവർ പറയുന്നു. ക്രിസ്റ്റനെ വലിച്ചിഴച്ച ആ വിചിത്ര കാഴ്ചയെക്കുറിച്ച് അവൻ കാൽവിനോട് വിശദീകരിച്ചു. കാൽവിൻ അതിന്റെ രൂപം സ്കെച്ച് ചെയ്ത് കാണിച്ചപ്പോൾ എല്ലാവരും ഭയന്നുപോയി. ആ രൂപം ഒരു സ്കെയർ ക്രോയോട് വളരെ സാമ്യമുണ്ടായിരുന്നു. കൂടാതെ ഒരു ഭൂതത്തെ പോലെയും തോന്നിച്ചു. ആ സ്കെച്ച് കണ്ടതോടെ എല്ലാവരുടെയും ഭയം ഇരട്ടിയായി. ഒരാൾ പറഞ്ഞു, പകൽ സമയത്ത് തന്നെ ഇത് ഇങ്ങനെയാണെങ്കിൽ രാത്രി ആയാൽ നമ്മെ ഒരിക്കലും വിടില്ല. അതിന്റെ ശക്തിയും കൂടും. ഒടുവിൽ ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്നതാണ് നല്ലതെന്ന് അവർ തീരുമാനിക്കുന്നു. എന്നാൽ ഇവിടെ നിന്ന് പുറത്തേക്ക് പോകുന്നത് എങ്ങനെ? ബസ്സിലൂടെയായിരുന്നു അവരുടെ പദ്ധതി. പക്ഷേ ബസിന്റെ താക്കോൽ മരിച്ചുപോയ ആ പെൺകുട്ടിയുടെ പക്കലായിരുന്നു.
ഇനി ശേഷിച്ചത് ആദിയുടെ ട്രാക്ടറാണ്. അതും ശരിയായി പ്രവർത്തിക്കുന്നില്ല. ഇപ്പോൾ ആദി ആ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ റിസ്ക് എടുക്കാമെന്ന് പറയുന്നു. അതാണ് അവരുടെ അവസാന പ്രതീക്ഷ. അവൻ എല്ലാവരോടും പറയുന്നു, ഞാൻ ട്രക്ക് സ്റ്റാർട്ട് ചെയ്ത് സഹായം തേടാൻ പോകാം. എല്ലാവരും ഒരുമിച്ച് ഓടിപ്പോകാൻ ശ്രമിച്ചാൽ ഉറപ്പായും ആരെങ്കിലും മരിക്കും. എന്നാൽ ഏറ്റവും ഭയന്നിരുന്ന പെൺകുട്ടിക്ക് ഈ പ്ലാൻ ഇഷ്ടമായില്ല. അവൾക്ക് മറ്റാരുടെയും ജീവനെക്കുറിച്ച് ചിന്തയില്ലായിരുന്നു. അവൾ പറഞ്ഞു, ഞാൻ ആദ്യം ട്രക്കിൽ കയറും. അവൾ തന്റെ സുഹൃത്തായ കാൽവിനോട് അപേക്ഷിച്ചു, എനിക്ക് എന്റെ ജീവൻ രക്ഷിക്കണം ത്രേ, ദയവായി എന്തെങ്കിലും ചെയ്യൂ എന്ന്. കാൽവിൻ അവളുടെ വാക്ക് കേട്ട് സ്വന്തം ജീവനെക്കുറിച്ച് ചിന്തിക്കാതെ ജാലകത്തിലൂടെ പുറത്തേക്ക് ചാടുന്നു. റൺ ട്രക്കിലേക്ക് എത്തുന്നതിന് മുമ്പേ അവൻ കയറി. പക്ഷേ ട്രക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോൾ അത് സ്റ്റാർട്ട് ആയില്ല. അപ്പോഴാണ് ട്രക്കിന്റെ ജാലകത്തിന് സമീപം ആദ്യമായി സ്കെയർ ക്രോ പ്രത്യക്ഷപ്പെടുന്നത്. കാൽവിൻ അതിനെ കണ്ടപ്പോൾ ഭയന്നു പോകുന്നു. അവനെ രക്ഷിക്കാൻ കൂട്ടുകാർ പുറത്തേക്ക് ഓടിയെത്തുന്നു. ഒരാൾ സ്കെയർ ക്രോയിലേക്ക് വെടിയുതിർക്കുന്നു. പക്ഷേ അത് തിരിച്ചടിയായി. ക്രിസ്റ്റൻ മണ്ണെണ്ണയും മറ്റു ജ്വലന വസ്തുക്കളും എറിഞ്ഞു. എന്നാൽ സ്കെയർ ക്രോ മരിച്ചില്ല. മറിച്ച് അവരുടെ അവസാന പ്രതീക്ഷയായ ട്രക്ക് കത്തി നശിച്ചു. ഇതിനകം എല്ലാവരും പുറത്തേക്കിറങ്ങിയിരുന്നു. ഇപ്പോൾ അവർക്ക് വീണ്ടും അകത്ത് പോകാൻ കഴിയില്ല. കാരണം പ്രവേശന കവാടത്തിന് മുന്നിൽ തന്നെ സ്കെയർ ക്രോ നിൽക്കുകയായിരുന്നു. അവസാനം അവർ ഓടിക്കൊണ്ട് മറ്റൊരു ഷെഡിലേക്ക് പോകുന്നു. ആ ഷെഡാണ് സിനിമയുടെ തുടക്കത്തിൽ തന്നെ നമ്മളെ കാണിച്ചത്. അതിന്റെ നില വളരെ മോശമായിരുന്നു. അവർ അകത്ത് കടന്നതോടെ തന്നെ പഴകിയ ഘടനം ഇടിഞ്ഞു വീണു. അകത്ത് കയറുമ്പോൾ തുടക്കത്തിൽ മരിച്ചിരുന്ന ആ രണ്ടുപേരുടെയും മൃതദേഹങ്ങൾ വളരെ ഭീകരമായ അവസ്ഥയിൽ കിടക്കുന്നത് അവർ കണ്ടു. അവയിൽ ഒരാളുടെ ശരീരം പകുതി വരെ തിന്നുപോയിരുന്നു. ഇത് സ്കെയർ ക്രോയുടെ പ്രവൃത്തിയാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ഈ കാഴ്ച അവരെ കൂടുതൽ ഭീതിയിലാക്കി. സ്കെയർ ക്രോയെ മുമ്പ് ഇവിടെ പൂട്ടിയിട്ടിരിക്കാമെന്ന് അവർ മനസ്സിലാക്കി. ഇവിടെ തന്നെ തുടരുകയാണെങ്കിൽ അതിന് എളുപ്പത്തിൽ ഇരയാകാമെന്നും അവർ തിരിച്ചറിഞ്ഞു. അതിനാൽ അവർ മുകളിലേക്ക് കയറാൻ തീരുമാനിച്ചു. ഒരു മരത്തണ്ടിനോട് കയർ കെട്ടി മുകളിലേക്ക് എറിഞ്ഞു പിടിപ്പിച്ച് അതിന്റെ സഹായത്തോടെ അവർ ഒരാളിന് പിന്നാലെ ഒരാൾ എന്ന രീതിയിൽ മുകളിലേക്ക് കയർ തുടങ്ങി. ഇതിനിടെ സമീപം കടന്നുപോയ ഒരു പോലീസ് ഓഫീസർ അവരുടെ കത്തി നശിച്ച ട്രക്ക് കാണുന്നു. എന്താണ് നടക്കുന്നതെന്ന് പരിശോധിക്കാൻ അദ്ദേഹം ഈ വയലിലേക്ക് കയറുന്നു. വിദ്യാർത്ഥികൾ ഓഫീസറെ കണ്ടപ്പോൾ അവനെ സഹായത്തിനായി വിളിക്കാൻ ശ്രമിച്ചു. എന്നാൽ വളരെ വൈകിയിരുന്നു. സ്കെയർ ക്രോ നിലത്തിനടിയിൽ നിന്ന് പുറത്തു വന്നു. ഓഫീസർ അതിനെ കണ്ടപ്പോൾ ഭയന്നു പോയി. അദ്ദേഹം തന്റെ തോക്ക് എടുത്ത് സ്കെയർ ക്രോയിലേക്ക് വെടിവെക്കാൻ ശ്രമിച്ചു. പിന്നെ മുന്നിലെ ഷെഡിലേക്ക് ഓടിക്കയറി. സ്കെയർ ക്രോയും അവന്റെ പിന്നാലെ കയറുന്നു. ശേഷം കേട്ടത് ഓഫീസറുടെ നിലവിളികളായിരുന്നു. ഓഫീസറുടെ മരണത്തിൽ അവർ ദുഃഖിതരായിരുന്നെങ്കിലും ഒരു പ്രതീക്ഷ അവർക്കുണ്ടായി. ഓഫീസർ ഒരു കാറിലാണ് വന്നിരുന്നത്. ആ കാർ ഉപയോഗിച്ച് അവർക്ക് ഇവിടെ നിന്ന് രക്ഷപ്പെടാം. കാറിന്റെ താക്കോൽ ഓഫീസറുടെ പോക്കറ്റിൽ ആയിരിക്കണമെന്ന് അവർക്ക് തോന്നി. അത് എടുക്കാൻ അവർ വീണ്ടും ഷെഡിനുള്ളിലേക്ക് കടന്നു. അകത്ത് ചെന്നു ഓഫീസറുടെ പോക്കറ്റിൽ നിന്ന് താക്കോൽ എടുത്തു. പക്ഷേ അപ്പോഴേക്കും അവിടെ വന്ന സ്കെയർ ക്രോ ക്രിസ്റ്റന്റെ മുഖം പിടിച്ചുകെട്ടി. അതിന്റെ മരത്തണ്ടുകൾ പോലെയുള്ള ടെൻഡക്കിളുകൾ അവന്റെ മുഴുവൻ മുഖവും മൂടിയിരുന്നു. ക്രിസ്റ്റനെ രക്ഷിക്കാനായി ഒരു യുവാവ് ഷോട്ട്ഗൺ എടുത്ത് എത്തി സ്കെയർ ക്രോയിലേക്ക് തുടർച്ചയായി വെടിവെച്ചു. എന്നാൽ ഈ വെടിയാൽ അതിന് ഒന്നും സംഭവിക്കില്ലെന്ന് അവൻ അറിഞ്ഞിരുന്നില്ല. മറിച്ച് അതിലൂടെ സ്കെയർ ക്രോയുടെ കോപം കൂടി വന്നു. ഉടൻ തന്നെ സ്കെയർ ക്രോ അവനെ ആക്രമിച്ചു കൊന്നു. ഇപ്പോൾ ജീവനോടെ ശേഷിച്ച 5 പേർ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ഓടിക്കൊണ്ട് കാറിൽ കയറി ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ശ്രമിച്ചു. എന്നാൽ സ്കെയർ ക്രോ അവരുടെ കാറിന് മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു. എഡ്ഡി ധൈര്യം കാണിച്ച് സ്കെയർ ക്രോയെ കാറിന്റെ അടിയിൽ കയറ്റി തകർക്കാൻ തീരുമാനിച്ചു. പക്ഷേ അവൻ കാർ ഓടിച്ചു ഇടിച്ചപ്പോൾ സ്കെയർ ക്രോ കാർ ദിശ മാറ്റിവിടുന്നു. കാർ ഒരു മരത്തിൽ ഇടിച്ച് ഗുരുതരമായി തകരാറിലായി. ഫ്യൂവൽ ടാങ്കിൽ നിന്ന് പെട്രോൾ ചോർന്നു തുടങ്ങി. കാർ ഓടിച്ചിരുന്ന എഡിക്ക് ഗുരുതരമായ പരിക്ക് പറ്റി. അവന്റെ അവസ്ഥ വളരെ മോശമായിരുന്നു. ക്രിസ്റ്റൻ തന്റെ ഷർട്ട് അഴിച്ച് അവന്റെ രക്തസ്രാവം നിർത്താൻ കെട്ടി. എന്നിരുന്നാലും അവർക്ക് എന്തോ ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. സ്കെയർ ക്രോ മരിച്ചിരിക്കാം. പക്ഷേ അപ്രതീക്ഷിതമായി സ്കെയർ ക്രോ പിന്നിൽ നിന്ന് എത്തി ക്രിസ്റ്റനെ പിടിച്ചു. രക്ഷപ്പെടാൻ ഏക മാർഗം കാർ വിട്ട് ഓടിപ്പോകുന്നതായിരുന്നു. എന്നാൽ എഡിക്ക് ഗുരുതരമായി പരിക്കേറ്റതിനാൽ ഓടാൻ കഴിഞ്ഞില്ല. അവൻ ഒരു നിർണായക തീരുമാനം എടുത്തു. മറ്റുള്ളവരെ രക്ഷിക്കാനായി താനെ തന്നെ ബലിയർപ്പിക്കണമെന്ന്. അവൻ മറ്റുള്ളവരെ കാറിൽ നിന്ന് പുറത്തേക്ക് തള്ളിവിട്ടു. തുടർന്ന് സ്കെയർ ക്രോയുമായി പോരാടിക്കൊണ്ട് കാറിന്റെ അടിയിൽ എത്തി തന്റെ ലൈറ്റർ തെളിച്ചു. പെട്രോൾ ഇതിനകം ചോർന്നുകിടന്നിരുന്നു. ഒരു നിമിഷം കൊണ്ട് കാർ പൊട്ടിത്തെറിച്ചു. കാറിനൊപ്പം എഡിയും സ്ഫോടനത്തിൽ മരണമടഞ്ഞു. എന്നാൽ സ്കെയർ ക്രോ മരിച്ചോ ഇല്ലയോ എന്ന് ആർക്കും ഉറപ്പില്ലായിരുന്നു. ഇവരിൽ ഒരാൾ അതീവ ഭീതിയിലായിരുന്നു. അവൾ പിന്നോട്ട് നോക്കാതെ മുന്നോട്ട് ഓടി. തന്റെ കൂട്ടുകാർ പിന്നിൽ വരികയാണോ എന്നതുപോലും അവൾ ആലോചിച്ചില്ല. കുറച്ചു സമയത്തിനു ശേഷം റൺ ശേഷിച്ച ആളുകളെ കൂട്ടിക്കൊണ്ട് ഒരു വീട്ടിന്റെ സമീപത്തേക്ക് എത്തുന്നു. അത് ഒരു പഴയ വീട് ആയിരുന്നു. അവർ സഹായം തേടി വാതിൽ മുട്ടിയെങ്കിലും ആരും മറുപടി നൽകിയില്ല. അകത്ത് ഒരു ഫോൺ കാണാനുണ്ടായിരുന്നു. അതുപയോഗിച്ച് അവർ സഹായം തേടാമെന്ന് കരുതി. അതുകൊണ്ട് ക്രിസ്റ്റൻ വാതിൽ തകർത്തു. അവർ അകത്ത് കടന്നു.
വാതിൽ തകർത്ത ശബ്ദം കേട്ട് വീട്ടുടമ ഓടിവന്ന് ഒരു തോക്ക് എടുത്തു. അവൻ ഇവരെ കള്ളന്മാരാണെന്ന് കരുതി. എന്നാൽ അവർ തങ്ങളുടെ അവസ്ഥ മുഴുവൻ വിശദീകരിച്ചു. അവർ ആ ഭീകരമായ വയലിൽ നിന്ന് രക്ഷപ്പെട്ട് ഇവിടെ എത്തിയതാണെന്ന്. ക്രിസ്റ്റൻ അവനോട് പറഞ്ഞു, ആ വയലുകൾ തന്റെ കുടുംബത്തിൻ്റേതാണെന്ന്. അവൾ തന്റെ അച്ഛന്റെ പേര് പറഞ്ഞപ്പോൾ ആ മനുഷ്യൻ അവളെ തിരിച്ചറിഞ്ഞു. തുടർന്ന് ക്രിസ്റ്റൻ പറഞ്ഞു, ഒരു വിചിത്രമായ ശക്തി ഞങ്ങളുടെ പിന്നാലെ ഉണ്ട്. അത് നമ്മുടെ പല കൂട്ടുകാരെയും കൊന്നുകളഞ്ഞു. ഇപ്പോൾ അത് ഞങ്ങളെ പിന്തുടരുകയാണ്. ഇത് കേട്ട ഉടനെ ആ മനുഷ്യൻ കാര്യങ്ങൾ മനസ്സിലാക്കി. അവൻ പറഞ്ഞു, അത് എല്ലാവരുടെയും പിന്നാലെയല്ല. അത് നിന്നെയാണ് പിന്തുടരുന്നത് ക്രിസ്റ്റൻ. അത് നിന്നെ കൊല്ലാനാണ് വരുന്നത്. കാരണം 100 വർഷം മുമ്പ് ക്രിസ്റ്റന്റെ കുടുംബം ആ സ്കെയർക്രോയെ പിടിച്ചുകെട്ടി തടവിലാക്കിയിരുന്നു. അതിനു മുമ്പ് അത് അവരുടെ കുടുംബാംഗങ്ങളെ കൊന്നുകൊണ്ടിരുന്നു. അതുകൊണ്ടാണ് അവർ അതിനെ പൂട്ടിയിരുന്നത്. എന്നാൽ അത് 100 വർഷം മുമ്പ് എവിടെ നിന്നാണ് വന്നതെന്ന് ആർക്കും അറിയില്ല. അവനെ കൊല്ലാൻ പല മാർഗങ്ങളും പരീക്ഷിച്ചെങ്കിലും ഒന്നും വിജയിച്ചില്ല. അവസാനം ക്രിസ്റ്റന്റെ കുടുംബം അതിനെ ഷെഡിനുള്ളിൽ പൂട്ടി തടവിലാക്കി. ഇപ്പോൾ അത് എങ്ങനെ സ്വതന്ത്രമായെന്നത് ഇവർക്കും വ്യക്തമല്ല. ആ മനുഷ്യൻ പറയുന്നു, ഓരോ വർഷവും ഇവിടെ സ്കെയർക്രോ ഫെസ്റ്റിവൽ നടത്തുന്നത് ആളുകൾ ആ യഥാർത്ഥ കഥ മറക്കാതിരിക്കാൻ വേണ്ടിയാണ്. ആ ഭീകരകഥകളും ഫെസ്റ്റിവലും ഓരോ വർഷവും പറയുന്നതിന്റെ ഉദ്ദേശ്യം എല്ലാവരും മുൻകൂട്ടി ജാഗ്രത പാലിക്കണമെന്നതിനാണ്. എന്നാൽ 100 വർഷങ്ങൾക്ക് ശേഷം ഈ സ്കെയർക്രോ എങ്ങനെ മോചിതനായി എന്നത് അവർക്ക് മനസ്സിലാകുന്നില്ല. ഇതിനിടെ സഹായം തേടാൻ അവർ വീണ്ടും പോലീസിനെ വിളിക്കാൻ ശ്രമിച്ചു. പക്ഷേ ഫോൺ പ്രവർത്തിക്കുന്നില്ലെന്ന് അവർ കണ്ടു. അതേസമയം വീട്ടിനു പുറത്തുള്ള നായകൾ ശക്തമായി കുരയ്ക്കാൻ തുടങ്ങി, എന്തോ ഭയാനകമായ ഒന്നിനെ കണ്ടതുപോലെ. ആ വൃദ്ധൻ എന്താണ് സംഭവിക്കുന്നതെന്ന് കാണാൻ പുറത്തേക്ക് പോകുന്നതിനു മുമ്പ് ഗ്രൂപ്പിനോട് അവൻ മുന്നറിയിപ്പ് നൽകുന്നു. ക്രിസ്റ്റന്റെ കൂടെ ആരുണ്ടായാലും അവൻ മരിക്കും എന്ന് പറഞ്ഞ് അവൻ പുറത്തേക്ക് ഇറങ്ങുന്നു. അവൻ പുറത്തെ സാഹചര്യം പരിശോധിക്കാനാണ് പോയത്. എന്നാൽ പുറത്തേക്കിറങ്ങിയ ഉടൻ തന്നെ മരത്തണ്ടുകളെപ്പോലുള്ള ടെൻഡക്കിളുകൾ അവനെ ആക്രമിച്ചു. സ്കെയർക്രോ അവനെയും കൊന്നു. വൃദ്ധന്റെ മരണത്തോടെ എല്ലാവരും വീണ്ടും ഭീതിയിലായി. പ്രത്യേകിച്ച് ഏറ്റവും പേടിയുള്ള പെൺകുട്ടി. അവൾ പറഞ്ഞു, നമുക്ക് ക്രിസ്റ്റനെ സ്കെയർക്രോയോട് ഏൽപ്പിച്ചാൽ മതി. അങ്ങനെ ചെയ്താൽ നമുക്ക് ജീവൻ രക്ഷിക്കാം. പക്ഷേ ഗ്രൂപ്പിലെ മറ്റുള്ളവർ അത് ശക്തമായി നിരസിച്ചു. അതോടെ അവൾ സ്വയം ഒരു കത്തി എടുത്ത് പുറത്തേക്ക് പോകാൻ തീരുമാനിച്ചു. മറ്റുള്ളവർ സ്വന്തം ജീവൻ രക്ഷിക്കാൻ ആ വൃദ്ധന്റെ ട്രക്ക് ഉപയോഗിച്ച് ഇവിടെ നിന്ന് രക്ഷപ്പെടാൻ ഒരു പദ്ധതി തയ്യാറാക്കുന്നു. അതിനിടയിൽ ബെത്തിന്റെ നിലവിളി കേൾക്കുന്നു. അവളെ രക്ഷിക്കാൻ അവർ പുറത്തേക്ക് ഓടിയപ്പോൾ അത് ഒരു നാടകമാണെന്ന് അവർ തിരിച്ചറിഞ്ഞു. ക്രിസ്റ്റനെ പുറത്തേക്ക് വിളിക്കാനായിരുന്നു അവളുടെ പദ്ധതി. പുറത്തേക്ക് വന്നതു മാത്രം ബെത്ത് ക്രിസ്റ്റന്റെ കഴുത്തിൽ കത്തിവെച്ചു. അവൾ ഭീഷണിപ്പെടുത്തി, ആരും എന്റെ പദ്ധതിയിൽ ഇടപെടുകയോ ക്രിസ്റ്റനെ രക്ഷിക്കാൻ ശ്രമിക്കുകയോ ചെയ്താൽ ഞാൻ ക്രിസ്റ്റനെ കൊല്ലും. ഇത് പറഞ്ഞതോടെ അവൾ സ്കെയർക്രോയെ വിളിച്ചു. ഒരു ശബ്ദം കേട്ടതുമാത്രം സ്കെയർക്രോ അവിടേക്ക് എത്തി. ക്രിസ്റ്റന്റെ ജീവൻ രക്ഷിക്കാൻ എറൺ വേഗത്തിൽ ഒരു കെയർ എടുത്ത് കുരുക്ക് ഉണ്ടാക്കി സ്കെയർക്രോയുടെ ടെൻഡക്കിളിൽ ഇട്ടു. തുടർന്ന് ആ കെയർ ഒരു ക്രഷർ മെഷീനോട് ബന്ധിപ്പിച്ചു. മെഷീൻ പ്രവർത്തിച്ചതോടെ സ്കെയർക്രോ ശക്തിയായി വലിക്കപ്പെട്ടു. അതോടെ അത് ക്രിസ്റ്റനിൽ നിന്ന് അകലുകയായിരുന്നു. പക്ഷേ പോകുന്നതിനിടെ അത് ബെത്തിന്റെ കാലിൽ പിടിച്ചു. മെഷീൻ വലിച്ചതോടെ ബെത്ത് സ്കെയർക്രോയോടൊപ്പം ചതഞ്ഞു. സ്കെയർക്രോ മരിച്ചില്ലെങ്കിലും ബെത്ത് ഭീകരമായി കൊല്ലപ്പെട്ടു. ഇപ്പോൾ ജീവിച്ചിരുന്നത് 3 പേരായിരുന്നു. അവർക്ക് ഇവിടെ നിന്ന് എങ്ങനെയെങ്കിലും രക്ഷപ്പെടണം. അപ്പോൾ എറണിന് ഒരു ബൈക്ക് കാണപ്പെട്ടു. അവനും ക്രിസ്റ്റനും അത് പരിശോധിക്കാൻ തുടങ്ങി. എന്നാൽ അപ്രതീക്ഷിതമായി സ്കെയർക്രോ എത്തി പിന്നിൽ ഉണ്ടായിരുന്ന മരിയയുടെ കാലിൽ പരിക്കേൽപ്പിക്കുന്നു. അവളുടെ നിലവിളി കേട്ട് ഇവർ 2 പേരും അവളുടെ അടുത്തേക്ക് ഓടി. സ്കെയർക്രോയുടെ ടെൻഡക്കിൾ അവളുടെ കാലിൽ നിന്ന് വലിച്ചെടുത്തു അകറ്റി. അവർ അത്രയും വേഗത്തിൽ ഓടിയെങ്കിലും സ്കെയർക്രോ അതിലും വേഗത്തിലുമായിരുന്നു. ഇപ്പോൾ സ്കെയർക്രോ യഥാർത്ഥത്തിൽ തന്റെ പിന്നാലെയാണെന്ന് ക്രിസ്റ്റൻ മനസ്സിലാക്കി. അവളുടെ മനസ്സിൽ ഒരു പദ്ധതി വന്നു, അതിനെ തെറ്റിദ്ധരിപ്പിക്കുക. അവൾ ഉടൻ കാട്ടിൽ ഉണ്ടായിരുന്ന മൃഗക്കെട്ടിടത്തിനുള്ളിലേക്ക് ഓടി. തന്റെ കൈക്കും കാലിനും വലിയ മുറിവുകൾ ഉണ്ടാക്കി രക്തം എല്ലായിടത്തും തേച്ചു. പിന്നെ അവിടെ ഉണ്ടായിരുന്ന കന്നുകാലികളെ എല്ലാം വിട്ടേച്ചു. രക്തത്തിന്റെ ഗന്ധം പരന്നതോടെ സ്കെയർക്രോ അവയുടെ പിന്നാലെ തിരിഞ്ഞു. ആ ശ്രദ്ധിച്ചിടലിൽ ഇവർക്കു രക്ഷപ്പെടാനുള്ള അവസരം ലഭിച്ചു. ഓടിക്കൊണ്ടിരിക്കെ പുലർച്ചെയായി. മരിയയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റിരുന്നു. ഇപ്പോൾ അവർ രക്ഷപ്പെട്ടുവെന്ന് തോന്നിയെങ്കിലും കഥ ഇനിയും അവസാനിച്ചിരുന്നില്ല. അപ്രതീക്ഷിതമായി വീണ്ടും സ്കെയർക്രോ അവരുടെ പിന്നാലെ എത്തുന്നു. പിന്നിൽ നിന്നെത്തി മരിയയുടെ ശരീരത്തിൽ കുത്തി അവളെ അവിടെ തന്നെ കൊന്നു. എറൺ ഇനും ഗുരുതരമായി പരിക്കേറ്റു. സ്കെയർക്രോ മരിയെ ആക്രമിക്കുന്നതിനിടെ എറണും ക്രിസ്റ്റനും മുന്നോട്ട് ഓടി രക്ഷപ്പെടാൻ ശ്രമിച്ചു. ഓടിക്കൊണ്ടിരിക്കുമ്പോൾ അവർ ഒരു പഴയ ക്രൂസ് കണ്ടു. അത് വളരെ പഴയതുപോലെ തോന്നിയെങ്കിലും അവിടെ നിന്ന് സഹായം ലഭിക്കാമെന്ന് അവർ കരുതി. അവർ അകത്ത് കയറാൻ തീരുമാനിച്ചു. എന്നാൽ അകത്ത് ചെന്നപ്പോൾ കണ്ടത് സ്കെയർക്രോയും ഇതിനകം അവിടെ എത്തിയിരുന്നു എന്നതായിരുന്നു. അതിനെ കണ്ടപ്പോൾ എറൺ പേടിച്ചില്ല. അവൻ സ്കെയർക്രോയുമായി പോരാടി വെള്ളത്തിലേക്ക് ചാടി.
അത് കണ്ട ക്രിസ്റ്റൻ കരഞ്ഞു തുടങ്ങി. എറൺ മരിച്ചെന്നു അവൾ കരുതി. പക്ഷേ അടുത്ത നിമിഷം എറൺ നീന്തി തിരികെ ക്രൂസിന്റെ അകത്തേക്ക് എത്തി. ഇപ്പോൾ ഒടുവിൽ സ്കെയർ ക്രോയിൽ നിന്ന് രക്ഷപ്പെട്ടുവെന്ന് അവൾ കരുതിയെങ്കിലും അത് വെറും തെറ്റിദ്ധാരണയായിരുന്നു. കാരണം സ്കെയർ ക്രോ പിന്നിൽ നിന്ന് തന്റെ ടെൻഡക്കിൾ നീട്ടി എറണിന്റെ പുറകിൽ കുത്തിക്കേറി അവനെ കൊന്നു. ഇപ്പോൾ ജീവനോടെ ശേഷിച്ചത് ക്രിസ്റ്റൻ മാത്രം. ക്രിസ്റ്റൻ അതിയായ കോപത്തിൽ ആയിരുന്നു. ഇതുവരെ സ്കെയർ ക്രോ ചെയ്ത എല്ലാ കൊലപാതകങ്ങളും അവളുടെ മനസ്സിൽ ഉണ്ടായിരുന്നു. ഇനി അത് അവസാനിപ്പിക്കണമെന്നായിരുന്നു അവളുടെ തീരുമാനം. അവൾ ഒരു കൊടുവാൾ എടുത്ത് ക്രൂസിന്റെ താഴത്തെ ഭാഗത്തേക്ക് ഇറങ്ങി. സ്കെയർ ക്രോയും അവളുടെ പിന്നാലെ താഴേക്ക് വന്നു. ഉടൻ തന്നെ ക്രിസ്റ്റൻ തീ കൊളുത്തി മുകളിലേക്ക് കയറി. തുടർന്ന് താഴേക്കുള്ള വഴി അടച്ചു. അങ്ങനെ അവൾ സ്കെയർ ക്രോയെ അകത്ത് പൂട്ടി, ഒരിക്കൽ അവളുടെ കുടുംബം ചെയ്തുപോലെ. പക്ഷേ അവളുടെ കുടുംബം അതിനെ വെറുതെ പൂട്ടിയത് മാത്രം ഉള്ളൂ. ക്രിസ്റ്റൻ അതിനൊപ്പം മുഴുവൻ ക്രൂസിനും തീ വെച്ചു. ശേഷം അവൾ പുറത്തേക്ക് എത്തി. അവസാനം അവൾക്ക് തന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചു. എന്നാൽ സ്കെയർ ക്രോ യഥാർത്ഥത്തിൽ മരിച്ചോ ഇല്ലയോ എന്നത് ഇന്നും ഒരു രഹസ്യമായി തുടരുന്നു. അങ്ങനെ ഈ കഥ ഇവിടെ അവസാനിക്കുന്നു. അടുത്തതായി ഏത് മൂവി എക്സ്പ്ലനേഷൻ വേണമെന്ന് കമന്റ് ചെയ്യൂ. കഥ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ.